റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, അല്ലയോ ആയിഷ, നീ 4 കാര്യങ്ങൾ ചെയ്യാതെ ഉറങ്ങരുത് ആയിഷ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമതായി ആയിഷ ബീവിയോട് പറയുന്നു, ആയിഷ നാല് കാര്യങ്ങൾ ചെയ്യാതെ നീ ഉറങ്ങരുത്. അതിലൊന്നാമത് പറഞ്ഞതെന്താണ്? ഒരു ഖത്ം ഓതാതെ നീ ഉറങ്ങാൻ പാടില്ല. രണ്ടാമത് മുത്തുനബി തങ്ങൾ ആയിഷ ബീവിയോട് പറയുകയാണ്, മുഴുവൻ നബിയാക്കളുടെയും ശഫാഅത്ത് നേടാതെ നീ ഉറങ്ങരുതേ. മൂന്നാമത് പറയുന്നത് സർവ്വ മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും തൃപ്തി നീ നേടണം. നാലാമത് പറയുകയാണ്, ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഹജ്ജും ഉംറയും ചെയ്യണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ ആലോചിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്ത് നിസ്കാരത്തിന് വേണ്ടി ഏർപ്പെടുന്നു. നിസ്കാരം കഴിയുന്നതുവരെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചിന്തിക്കുകയാണ്, എങ്ങനെയാണ് ഈ കുറഞ്ഞ സമയം കൊണ്ട് ഈ 4 കാര്യങ്ങൾ ചെയ്യുക. അവസാനം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, അല്ല നബിയേ, ഈ സമയത്ത് ഞാൻ ഖത്ം ഓതാനിരുന്നാൽ, ഖുർആൻ മുഴുവനായി ഓതിത്തീർക്കാതിരുന്നാൽ സുബഹി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലും കഴിയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി പറയുമ്പോൾ, ആയിഷ പരിശുദ്ധ ഖുർആനിലെ അതാ 3-1 ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന സൂറത്ത് ഖുർആനിലെ സുൽസുൽ ഖുർആനാണ്. അതാ ഒരു ഖുൽ ഹുവല്ലാഹു ഓതിയാൽ 10 ജുസ് ഓതിയ പ്രതിഫലമാണ്. അതുകൊണ്ട് 3 ഖുൽ ഹുവല്ലാഹു ഓതിയാൽ ഒരു ഖത്ം ഓതിയ പ്രതിഫലമാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അപ്പൊ ഉറങ്ങുന്നതിന് മുമ്പ് 3 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം ആയിഷ. രണ്ടാമത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണല്ലയോ നബിയേ, ആദം നബി മുതൽ തങ്ങൾ വരെയുള്ള അമ്പിയാക്കളുടെ ശഫാഅത്ത് എങ്ങനെയാണ് ഈ രാത്രി സമയത്ത് ലഭിക്കുക? ആ സമയത്ത് ആയിഷ ബീവിയോട് മുത്തുനബി തങ്ങൾ പറയുന്നു, ആയിഷ അവരുടെ ശഫാഅത്ത് ലഭിക്കാൻ ആയിഷ അവരുടെ പേരിൽ നീ സ്വലാത്ത് ചൊല്ലണേ. എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടതെന്ന് മുത്തുനബി പഠിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ. മൂന്നാമത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ച ഉത്തരം പറയുന്നു, നബി, അതേ സർവ്വമുഅ്മിനീങ്ങളുടെയും തൃപ്തി എങ്ങനെയാണ് കരസ്ഥമാക്കുക? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ പറഞ്ഞു കൊടുക്കുന്നു, ഉറങ്ങാൻ വേണ്ടി നീ വിരിപ്പിൽ വന്നാൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ ചോദിക്കണേ. അതെങ്ങനെയാണ് ആയിഷ? اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء والأموات. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും മുസ്ലിമീങ്ങളായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മുഅ്മിനീങ്ങൾക്കും എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അല്ലാഹ് എന്ന ഇസ്തിഗ്ഫാർ നീ ചെയ്തു കഴിഞ്ഞാൽ സർവ്വ മുഅ്മിനീങ്ങളുടെയും തൃപ്തി നിനക്ക് ലഭിക്കും ആയിഷ. നാലാമത് മുത്തുനബിയോട് ചോദിച്ചതിന് മറുപടി പറയുകയാണ്, ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഹജ്ജും ഉംറയും ചെയ്യാൻ പറഞ്ഞില്ലേ ആയിഷ? എങ്ങനെയാണെന്നറിയുമോ? ഉറങ്ങാൻ നേരത്തൊരു 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്
അതേ അൽഹംദുലില്ലാഹ് എന്നൊരു 33 പ്രാവശ്യം, ഒരു 34 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ ഒരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമാണ്. ഈ 4 കാര്യങ്ങൾ മറക്കാതെ ആയിഷാ ബീവിയോട് ചെയ്യാൻ മുത്തുനബി തങ്ങൾ പറയുകയാണ്. ഇത് നമുക്കും ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.